പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാ വൈകുന്നേരവും നടക്കാനിറങ്ങുന്ന ഒരാളുണ്ട്. വീട്ടിലേക്ക് വേണ്ടതൊക്കെ വാങ്ങിയാണ് അയാളുടെ മടക്കം. വഴിയരികിൽ ഓറഞ്ച് വിൽക്കുന്ന ഒരമ്മൂമ്മയുണ്ട്. എല്ലാ ദിവസവും അയാൾ അവിടെ നിന്ന് ഓറഞ്ച് വാങ്ങിക്കഴിഞ്ഞ ശേഷം ഓറഞ്ചിൽ നിന്നും ഒന്നെടുത്ത് തൊലി കളഞ്ഞ് കഴിക്കും. ഇതിന് മധുരമൊന്നുമില്ലാട്ടോ എന്ന പരാതിയും സ്ഥിരമാണ്. അപ്പോൾ മധുരമുണ്ടെന്ന് അമ്മൂമ്മ തർക്കിക്കുന്നു. എങ്കിൽ നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂ. ഓറഞ്ചിന്റെ ബാക്കി ഭാഗം അമ്മൂമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ച് അയാൾ നടന്നു നീങ്ങി. കാഴ്ച പതിവായി കണ്ട സമീപത്തെ പച്ചക്കറിക്കാരൻ ഒരിക്കൽ അമ്മൂമ്മയോട് ഇതേപ്പറ്റി ചോദിച്ചു. അമ്മൂമ്മയുടെ മറുപടിയാണ് രസം. ഓറഞ്ചിന് മധുരമില്ലെന്നൊക്കെ അയാൾ വെറുതെ കള്ളം പറയുന്നതാ. എന്നെ കൊണ്ട് ഓറഞ്ച് കഴിപ്പിക്കാനുള്ള പരിപാടിയാണേ. പാവപ്പെട്ട എന്നോടുള്ള സ്നേഹം കൊണ്ടാ. അതെനിക്കറിയാം. നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവും ഇതുപോലെ ചിലത്. സഹായിക്കുന്നുവെന്ന് ഭാവിക്കാതെ താങ്ങും തണലുമാകുന്ന മനുഷ്യർ. ഒരു നന്ദി വാക്കിനോ വൈകാരികതയ്ക്കോ ഇടമില്ലാത്ത ചില കുടിക്കൽ വാങ്ങലുകൾ. ഒരു നന്ദി പ്രകടനങ്ങൾക്കും അയാൾ നിന്ന് തരില്ല. ഒരു വൈകാരികതയ്ക്കും അയാൾ അവസരമുണ്ടാക്കുകയുമില്ല. നമ്മളറിയാതെ നമ്മളെ ഇങ്ങനെ സഹായിക്കും. ചില മനുഷ്യർ മഴവില്ലു പോലെയാണ്. അവർ നമ്മുടെ ജീവിതത്തിൽ നിറങ്ങൾ നിറയ്ക്കുന്നത് യാതൊരു അവകാശവാദങ്ങളും ഇല്ലാതെയായിരിക്കും. പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ നൽകുന്ന സ്നേഹമാണ് ഏറ്റവും വലിയ പുണ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു നിമിഷത്തിൽ പ്രത്യുപകാരമല്ലാതെ നിങ്ങൾക്ക് സ്നേഹവും നിങ്ങൾക്ക് സമ്മാനവും നൽകിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യരെ നിങ്ങളൊന്ന് ചേർത്ത് പിടിച്ചേക്കണം. അങ്ങനെയുള്ള മനുഷ്യരെ കിട്ടുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. നന്ദി പ്രകടനങ്ങളോ വൈകാരികതകളോ തിരിച്ചെന്തെങ്കിലും നൽകണം എന്നുള്ള പ്രതീക്ഷകളോ ഇല്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന ചില മനുഷ്യർ. ഒരിക്കൽ കൂടി പറയട്ടെ, സ്നേഹം തിരിച്ചു പ്രതീക്ഷിച്ചാൽ അത് കച്ചവടമായി. തിരിച്ചു നിങ്ങൾ അതേ അളവിൽ പ്രതീക്ഷിക്കുന്നതെന്തും കച്ചവടമല്ലാതെ മറ്റൊന്നുമല്ല. സ്നേഹം കച്ചവടം.